ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനും ശ്രുതിയും വരുന്നത് പ്രമാണിച്ച് വീട് വൃത്തിയാക്കലിലാണ് നമ്മുടെ അമ്മായിയും പ്രമീളയും. അപ്പോൾ പ്രമീള അങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും അശ്വിൻ മോൻ ഇവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറയുമ്പോൾ അതെന്താ പ്രമീള എടുത്തി നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ എന്നും പറഞ്ഞ് രാധ കൂളർ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു കൂളറെ, ഇത് ഒരു മുടക്കും വരാതെ ശരിയാക്കി തരണേ എന്നും പറഞ്ഞ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട്. ഭഗവാനെ കൃഷ്ണ, ഇത് വർക്ക് ചെയ്തെന്നാ തോന്നുന്നേ. പ്രമീളടുത്തി ഒന്നിങ്ങ വന്നേ എന്നും പറഞ്ഞ് പ്രമീളയെ കൊണ്ട് തൊട്ട് നോക്കിപ്പിക്കുന്നുണ്ട്. ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രമീള പറയും, ഇതിൽ നിന്ന് ചെറുതായിട്ട് തണുപ്പൊക്കെ വരുന്നുണ്ട്. ഓ എന്റെ കൃഷ്ണ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്രുതിയും അശ്വനും അവിടുന്ന് യാത്ര ചോദിക്കുന്നതാണ്. അപ്പൊ ആദ്യം മുത്തശ്ശിയുടെ കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും പോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം അറിയുന്ന നീ പോട്ടെ എന്നാണോ യാത്ര ചോദിക്കുന്നത്? പോയിട്ട് വരാന്ന് പറ കുട്ടി. നിന്നെയും കുഞ്ഞനെയും ഇവിടെ കുറച്ച് ദിവസം കാണുന്നില്ലല്ലോ എന്നൊരു മനോവിഷമം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ എന്നൊക്കെ ചോദിക്കും. അതിനുശേഷം നമ്മുടെ മോഹനന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അങ്കിളെ, ഞാൻ അച്ഛന്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം എന്ന് പറയുമ്പോൾ മോഹനം പറയുന്നുണ്ട്, കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭാര്യ എന്തെങ്കിലും അറിവില്ലാതെ മോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാട്ടോ. പിന്നീട് അഞ്ജലിയുടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കാണ്. ചേച്ചി വിഷമിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വിൻ ഒരുമാതിരി നോട്ടാണ് കേട്ടോ ശ്രുതിയെ നോക്കുന്നത്. അപ്പൊ അഞ്ജലിയും പറയും, മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ നിങ്ങളെവിടെ കാണാതിരുന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ പറയും, നിങ്ങളെ കണ്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് വിഷമമാണ്. വീട്ടിൽ പോയാലും ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും എന്റെ ചിന്ത എന്നൊക്കെ പറഞ്ഞതും നമ്മുടെ അശ്വിൻ അപ്പോൾ തന്നെ പറയും, എങ്കിൽ നമുക്ക് പോവാതിരുന്നൂടെ? വെറുതെ അവിടെ പോയിട്ട് ഇവിടെ ഉള്ളവരുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം, പോവാതിരിക്കാം എന്ന് പറയുമ്പോഴേക്കും, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയട്ടോ ശ്രുതി. അപ്പോഴേക്കും മുത്തശ്ശി, എന്റെ കുഞ്ഞാ ഇത്, അവൾ അങ്ങനെയാണോ പറഞ്ഞത്? നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയും, ഒന്നല്ല മുത്തശ്ശി, ഇവന് ശ്രുതിയുടെ വീട്ടിൽ പോകാനുള്ള ചമ്മലുണ്ടാ സാറ് കിടന്നിങ്ങനെ ഉരുളുന്നത്. ശ്രുതി, നീ വീട്ടിൽ ചെന്നാലും ഇവനെ ഓഫീസിലേക്കൊന്നും അയക്കണ്ട. അങ്ങനെ ആയപ്പോൾ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പ്രീതിയോടും കൂടെ യാത്ര ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ്. ഇവളെന്താ ഇങ്ങനെ എല്ലാവരോടും യാത്ര പറയുന്നത്? ഇനി പോയിട്ട് വരാതിരിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്നും ചോദിച്ച് അശ്വിൻ നിൽക്കുന്നുണ്ട്. എന്താ കുഞ്ഞാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിനും ഇറങ്ങാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ മനോരമ അവിടെ മാറി നിൽക്കാട്ടോ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട്. അശ്വിൻ ബേബി പോവുകയാണോ എന്നും ചോദിച്ച് ലാപ്ടോപ്പ് ബാഗ് അശ്വിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പെണ്ണു വീട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷെ ബേബിയുടെ ഹെൽത്തിന്റെ കാര്യം, എന്റെ ഹെൽത്തിന് ഒരു കുഴപ്പമില്ല ആൻറ്റി, അത് ബേബിക്ക് പറയാം. ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പുതുമോടിയായിട്ട് വീട്ടിൽ പോകുമ്പോൾ അവർ കണ്ണ് കണ്ടതൊക്കെ തീറ്റിക്കും. അതിനൊരു കാര്യമുണ്ട് ആൻറ്റിയുടെ കയ്യിൽ എന്നും പറഞ്ഞ ഒരു മെഡിസിൻ എടുത്ത് കാണിക്കാട്ടോ. ഇതിലൊരു ടാബ്ലറ്റ് ഭക്ഷണത്തിന് മുൻപേ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിന്റെ ആവശ്യമൊന്നുമില്ല ആൻറ്റി, ബേബി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ബേബി ഇത് വാങ്ങിക്കാതെ പോയാൽ അവിടെ പോയി അവർ കണ്ണ് കണ്ടതൊക്കെ തീറ്റിച്ച് അപ്പോൾ ബേബിക്ക് തോന്നും, അയ്യോ ആൻറ്റി തരുന്ന ആ മരുന്ന് കയ്യെ കൊണ്ട് നടക്കായിരുന്നു എന്ന്. അതിൻ്റെ കാര്യമില്ലല്ലോ, ഇത് ബേബി കൂടെ കൊണ്ടുപോയിക്കോ, ഇതാ ഈ ബാഗിൽ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനോരമ ആ ലാപ്ടോപ്പ് ബാഗിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയും അശ്വിനും കൂടെ വീട്ടിലേക്ക് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മായി വിളിക്കുന്നുണ്ട്, ആ മോളെ, അശ്വിൻ മോന് എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശ്രുതി അശ്വിനോട് ചോദിക്കാട്ടോ. അശ്വിനാണെങ്കിൽ ദേഷ്യം പിടിച്ചൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട അമ്മായി. അയ്യോ മോളെ, അങ്ങനെയല്ലല്ലോ, അവൻ ആദ്യമായിട്ട് വരില്ല ഇങ്ങോട്ടേക്ക്. ഗീ റൈസോ തക്കാളി സാദോ തൈര് സാദോ അതല്ലെങ്കിൽ പൂരി ആയാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അമ്മായി, ചപ്പാത്തിയും കുറുമക്കറിയും മതി എന്ന് പറയാണ്. അതിലധികം എരിവും ഉപ്പും ഒന്നും അധികം വേണ്ട എന്ന് പറയുമ്പോഴേക്കും കുടിക്കാൻ എന്താ വേണ്ടേ, ചായയോ കാപ്പിയോ മധുരം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴും മധുരമില്ലാത്ത കാപ്പി മതി, ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാന്ന് പറയണ ശ്രുതി. അതിനുശേഷം ശ്രുതി അശ്വിനോട് പറയും, അമ്മായിക്ക് എന്തൊക്കെയാ ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്ത ടെൻഷനാ, അതിനാ വിളിച്ചത്. ഞാൻ ചപ്പാത്തിയും കുറുമക്കറിയും പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും അശ്വിൻ ദേഷ്യത്തോടെ മുഖത്തേക്ക് നോക്കട്ടോ. നിങ്ങൾ എന്താ എന്തു പറഞ്ഞാലും എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത്? നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാറിൽ നിന്ന് തന്നെ എന്നെ നോക്കി പേടിപ്പിച്ച് തീർക്കണ്ട, ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ എന്ന് അശ്വിനോട് ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് വെറുതെ അശ്വിൻ സാറിനെ ദേഷ്യം പിടിപ്പിക്കണോ? ദേഷ്യം പിടിപ്പിച്ച എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. വാട്ട് ദ ഹെൽ എന്നും ചോദിച്ച് സഡൻ ബ്രേക്ക് ഇടും. എന്നിട്ട് ഔട്ട് ഔട്ട് എന്നും പറഞ്ഞ് നിന്നെ പുറത്തിറക്കി വിടും. എന്നിട്ട് പുള്ളിക്കാരൻ വണ്ടിയെടുത്ത് ഒരൊറ്റ പോക്കായിരിക്കും. നിന്റെ വീട്ടിൽ പോകുന്നതിന് മുൻപ്
മൂപ്പരെ ദേഷ്യം പിടിപ്പിക്കണോ ശ്രുതി? അതിനേക്കാൾ നിന്റെ നാവ് വായിലിട്ട് മിണ്ടാതിരിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ വെറുക്കുന്നത് നമ്മുടെ അശ്വിൻ കേൾക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ തന്നെ അശ്വിൻ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താണ്. ഔട്ട് ഔട്ട് എന്നറിയാം കേട്ടോ. അപ്പൊ ശ്രുതി ആ ഞാൻ പുറത്തിറങ്ങാം, നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാലോ, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവര് ശ്രുതി എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ പോവാട്ടോ എന്നും പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഊഴുന്നുണ്ട്. അപ്പോൾ അശ്വിന് ഓർമ്മയിൽ വരികയാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൈ അങ്ങ് പിടിച്ച് നിർത്താണ്. സീറ്റ് ബെൽറ്റ് ഇടുമെന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാട്ടോ. പിന്നീട് അശ്വിനോട് സംസാരിച്ച് വഴക്കിടണ്ടെന്ന് വെച്ച് ശ്രുതി ആ വിൻഡോയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുക കേട്ടോ. ഇത് കാണുന്ന അശ്വിൻ പറയുന്നുണ്ട് നേരക്കിരിക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി നേരക്കിരുന്നിട്ട് പിന്നെ മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അശ്വിന് വീണ്ടും ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്.